your future. Hi viewers, welcome back to another video of TINCYS Academy. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന റീഡിൻ്റെ ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് മാം റീഡിങ്ങിൻ്റെ ടിപ്പ് വേണമെന്ന് അല്ലേ. സോ അപ്പോൾ ഞാൻ ഒരുപാട് ടിപ്സുകൾ സ്ട്രാറ്റജീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും അല്ലേ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരു എക്സ്പ്രഷൻ, അതായത് നമുക്കൊരു ഫ്രേസ് വരുവാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരഗ്രാഫ് ഫുൾ റീഡ് ചെയ്യാതെ നമുക്കത് എടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ദ എക്സ്പ്രഷൻ വോട്ട് ടു ടാക്കിൾ സോ ഈസ് യൂസ് ടു സ്ട്രെസ്. മോസ്റ്റ് പ്രോബബ്ലി ഇത്തരം ഫ്രേസുകൾ നമുക്ക് കാണുന്നത് പാർട്ട് സിയിലാണ്. സോ ഒരുപാട് സ്റ്റുഡൻസിനുള്ള പ്രശ്നം എന്താണ്, പാർട്ട് സിക്ക് ടൈം ഫ്രെയിമിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ഇപ്പോൾ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഫ്രേസുകളായിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ ലെക്സിക്കൽ റെഫറൻസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി ലെക്സിക്കൽ റെഫറൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ടുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എടുക്കാൻ ഫ്രേസാണ് പറഞ്ഞിരിക്കുന്നത്, വോട്ട് ടു ടാക്കിൾ. ഇപ്പോൾ നമുക്ക് പാരഗ്രാഫ് തന്നിട്ടുണ്ട്. സോ പാരഗ്രാഫിൻ്റെ സെൻറ്റൻസ്, അതായത് നിങ്ങൾക്ക് വോട്ട് ടു ടാക്കിൾ എന്നുള്ളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊരു സെൻറ്റൻസിലാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ദ UK ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഹാസ് ഓൾസോ വോട്ട് ടു ടാക്കിൾ ദിസ് സ്പെഷ്യാലിറ്റി മിസ്മാച്ച് and has promised to make the two specialties currently under most pressure, that is general practice and emergency, that will more attractive to the new ones എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നാണ്, ഈ ഒരു സെൻറ്റൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് എടുക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു അവർ പറഞ്ഞത്, ദ UK ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾസോ വോട്ട് ടു ടാക്കിൾ. സോ ടാക്കിൾ എന്നുള്ളൊരു വേർഡിൻ്റെ മീനിങ് നമുക്കൊന്ന് ഗസ് ചെയ്യാം അല്ലേ, സോൾവ് ചെയ്യും അല്ലേ. ദിസ് സ്പെഷ്യാലിറ്റി മിസ്മാച്ച്, അപ്പോൾ ആ സ്പെഷ്യാലിറ്റി മിസ്മാച്ച് എന്താണ്, കാരണം ആ ഒരു ഐഡിയ നമുക്ക് അവിടെ ലാക്കിംഗ് ആണ്. സോ ആ സ്പെഷ്യാലിറ്റി മിസ്മാച്ച് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് പ്രീവിയസ് സെൻറ്റൻസിൽ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് അക്കോർഡിംഗ് ടു ഇറ്റ്സ് അനാലിസിസ് ആൻഡ് ഓവറോൾ ഡിഗ്രീസ് ഓഫ് 165 എൻട്രി ലെവൽ ട്രെയിനിങ് പോസ്റ്റ് ഫോർ സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ അവിടെ എന്താണ് ആ ഒരു സ്പെഷ്യാലിറ്റിയിലുള്ള മിസ്മാച്ച് എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 167 എൻട്രി ലെവൽ ട്രെയിനിങ് പോസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. സോ അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കിട്ടി. അപ്പം ആ ഒരു സ്പെഷ്യാലിറ്റി മിസ്മാച്ചിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട് UK ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതുകൂടാതെ എന്തും കൂടെ ചെയ്തിട്ടുണ്ട്, അവർ പ്രോമിസും കൂടെ ചെയ്തിട്ടുണ്ട് ടു മേക്ക് ദ 2 സ്പെഷ്യാലിറ്റീസ്, ഇനി 2 സ്പെഷ്യാലിറ്റീസ് ഇപ്പം എന്തുണ്ട്, മോർ പ്രഷറിലാണ്. സോ അതേതാണെന്ന് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്, ജനറൽ പ്രാക്ടീസും എമർജൻസി മെഡിസിനും. അത് രണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഡോക്ടേഴ്സിന് അല്ലേ. അപ്പോൾ ഈ ഒരു മീനിങ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ അവർ സോൾവ് ചെയ്യുന്നുണ്ട് സ്പെഷ്യാലിറ്റി മിസ്മാച്ച്. സെക്കൻഡ് വൺ അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇപ്പം മോസ്റ്റ് പ്രഷറിലിരിക്കുന്ന 2 സ്പെഷ്യാലിറ്റീസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുമെന്നുള്ള പ്രോമിസും അവർ നമുക്ക് തന്നിട്ടുണ്ട്. സോ 2 തിങ്സ് ആർ ദെയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്ഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഓപ്ഷൻസിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എ കമ്മിറ്റ്മെൻറ്റ് ടു സർട്ടൺ ഒബ്ജക്റ്റീവ്, ചില ലക്ഷ്യങ്ങളോടുള്ള അവരുടെ ചുമതലാ ബോധം, അതാണ് കമ്മിറ്റ്മെൻ്റ് ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് അവർ സോൾവ് ചെയ്യുന്നുണ്ട് സ്പെഷ്യാലിറ്റി മിസ്മാച്ച്, സെക്കൻഡ് വൺ പ്രോമിസും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ചില ലക്ഷ്യത്തോടുള്ളത്. ഓക്കെ, എന്തിനോടുള്ളതായിരുന്നു, അവർ ഓൾറെഡി പറഞ്ഞു മിസ്മാച്ച് അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 കൂടുതലായിട്ട് എന്താണ് മോസ്റ്റ് പ്രഷറിലിരിക്കുന്ന 2 സ്പെഷ്യാലിറ്റീസിനെ അവരത് അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ അൺവില്ലിങ്നെസ് ആണോ, കാരണം നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്ന ഇതാണ്, അൺവില്ലിങ്നെസ് ടു ചേഞ്ച് ഡയറക്ഷൻ. സോ ഇവിടെ എന്താണ്, അവരുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് തയ്യാറല്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ഓൾറെഡി നമുക്കിവിടെ പ്രോമിസും സോൾവ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നിരിക്കുന്നുണ്ട്, നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. സോ തേർഡിലേക്ക് നമുക്ക് വരുമ്പോൾ എ റിയാക്ഷൻ ആണ്. സോ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെതിരെ ഒരു റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ എ റിയാക്ഷൻ ടു സം അൺഎക്സ്പെക്റ്റഡ് ക്രിറ്റിസിസത്തോടുള്ള റിയാക്ഷനാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ യാതൊരു തരത്തിലുള്ള ക്രിറ്റിസിസവും നമുക്ക് കാണിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അതുമായിട്ട് ക്രിറ്റിസിസവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ ഓപ്ഷനെയും നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. സോ ദ ലാസ്റ്റ് വൺ ആൻഡ് അക്നോളജ്മെൻറ്റ് എന്നാണ്, എഗ്രിമെൻറ്റ്, നമ്മൾ എഗ്രി ചെയ്യുവാണ് ഓഫ് എ മിസ് കാൽക്കുലേഷൻ. സോ നമ്മളിവിടെ തെറ്റായിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടായി. സോ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളിവിടെ അപ്രോച്ച് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒരു പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യുന്ന അപ്രോച്ചാണ് നമുക്കിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. സോ സോൾവ് ചെയ്യുന്നു, ഒരു മിസ്മാച്ചിനെ, സ്പെഷ്യാലിറ്റി മിസ്മാച്ചിനെ ഇവിടെ സോൾവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അട്രാക്റ്റീവ് ആക്കുന്നുള്ള പ്രോമിസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സ്യൂട്ടബിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഏത് ഓപ്ഷനിലാണ്. സോ ദാറ്റ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ് ടു സർട്ടൺ ഒബ്ജക്റ്റീവ്.
അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ പാരഗ്രാഫിലെ സ്പെസിഫിക് ആയിട്ട് നമ്മളുടെ ഫ്രേസ് മാത്രമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസിനെ കംപ്ലീറ്റ് ഐഡിയ അതിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടത് നമുക്ക് കൂടുതൽ അസിസ്റ്റീവ് ആയിട്ടുള്ള, അതായത് കൂടുതൽ അസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് ടിൻസീസ് അക്കാഡമിയിൽ നിന്ന് ഓരോ സ്റ്റുഡൻറ്റിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. Thank you for watching the channel TINCYS Academy. TINCYS Academy, an institute for your future.